നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക സമ്മേളനം കണ്ണൂർ LIC ഹാളിൽ നടന്നു. സമ്മേളനത്തിൽ സാമ്പത്തിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളാണ് എന്ന വിഷയത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് C. രാജീവൻ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം 2-3 ഘടകങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, എങ്ങനെയാണ് സാമ്പത്തിക ഈ സാധനം കണക്കുകൂട്ടുന്നത്? ഇത് GDPയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലാസ് 3-4 തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തുക, ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, LICയുടെ തുടർ ഓഹരി വിൽപ്പനക്കുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കി. ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK പ്രേംജിത്ത് സ്വാഗതം പറഞ്ഞു. K. അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K. ബാഹുലയൻ, ജനറൽ സെക്രട്ടറി MJ ശ്രീരാം, LIC പെൻഷനേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി MK ബാലകൃഷ്ണൻ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. LIC പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK പ്രേംജിത്ത് സ്വാഗതവും CC വിനോദ് നന്ദിയും പറഞ്ഞു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ ഇൻഷുറൻസ് ജീവനക്കാരും മുന്നോട്ടിറങ്ങണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക സമ്മേളനം ആഹ്വാനം ചെയ്തു. സമ്മേളനത്തിൽ MK പ്രേംജിത്തിനെ കൺവീനറായും ജോയിന്റ് കൺവീനർമാരായി വിനോദ് കണ്ണൂർ, K. അരവിന്ദൻ കാസർഗോഡ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.